മത്സര ചിത്രം തെളിഞ്ഞ് പ്രചാരണം ഊർജിതമായതോടെ സംസ്ഥാനം രാഷ്ട്രീയ ചൂടിൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. സ്വന്തം മണ്ഡലങ്ങളിലെ ഇന്നത്തെ പ്രചാരണത്തിന് ശേഷം വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റു മണ്ഡലങ്ങളിൽ എത്തും. കൂടുതൽ ദേശീയ നേതാക്കളെ കളത്തിലിറക്കാനാണ് ബിജെപിയുടെ നീക്കം. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന മുഖങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിലെ പഞ്ചായത്ത് തല യോഗങ്ങളിലാണ് ഇന്ന് പങ്കെടുക്കുന്നത്. LDF തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി നാളെ ജില്ലകളിൽ പര്യടനം നടത്തും. പത്തനംതിട്ടയിൽ നിന്നാണ് പര്യടനം ആരംഭിക്കുക. ഏപ്രിൽ 3 വരെ 48 കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. കേരളം നേരിട്ട ദുരന്തങ്ങളിൽ കേന്ദ്രവും പ്രതിപക്ഷവും മുഖം തിരിച്ചെന്ന ധർമ്മടത്തെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. എല്ലാ കാര്യത്തിലും കേന്ദ്ര ഗവൺമെന്റിനെ പിന്താങ്ങുന്ന സമീപനം ഇവിടുന്ന് പോയ UDF എംപിമാർ സ്വീകരിച്ചു. നമ്മുടെ നാട് തകരട്ടെ എന്ന BJPയുടെ ചിന്തയോടൊപ്പം അണിനിരക്കാനാണ് കോൺഗ്രസും ലീഗും UDFും തയ്യാറായത്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും നിരീക്ഷകരും ഉൾപ്പെടെ കേരളത്തിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പറവൂർ മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്ന വി ഡി സതീശൻ ഇന്ന് വൈകിട്ടും നാളെയും എറണാകുളം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. 25-ന് രാഹുൽ ഗാന്ധിയും കേരളത്തിലെത്തുന്നുണ്ട്. കേരളത്തിൽ UDF തരംഗമെന്നും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുള്ള ചടുലമായ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ 140 നിയോജക മണ്ഡലങ്ങളിലും ശരിയായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP ക്യാമ്പിലും ആത്മവിശ്വാസം ചെറുതല്ല. പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രിമാരും മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ വീണ്ടും എത്തിക്കാനും നീക്കം നടത്തുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാളെ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.